പുതിയ വോട്ടർ പട്ടികയിൽ നമ്മളുടെ പേര് ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി BLO ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിട്ടെത്തി നമ്മുടെ കയ്യിൽ ഒരു ഫോം തന്നിട്ടുണ്ടാകും. ആ ഫോമിന്റെ പേരാണ് എന്യൂമറേഷൻ ഫോം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടതെന്ന്. രണ്ട് രീതിയിലുള്ള ആളുകളെ എങ്ങനെ ഫില്ല് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവരെ എങ്ങനെ ഉൾപ്പെടുത്താമെന്നും 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരുടെ പേര് എങ്ങനെ കൂട്ടിച്ചേർക്കാമെന്നും. നമ്മൾ ഈ കാണുന്നത് എന്യൂമറേഷൻ ഫോമിന്റെ ഒരു കോപ്പിയാണ്. നമ്മുടെ വീട്ടിൽ എത്ര വോട്ടർമാരുണ്ടോ അവർക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ഫോം ആയിരിക്കും തരിക. ആ ഫോമിൽ അവരുടെ എല്ലാം പേരും അവരുടെ ഡീറ്റെയിൽസും പ്രിന്റ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ഈ ഫോമിൽ നമ്മൾ 3 ഭാഗങ്ങളിലായിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. ഈ ഒരു ഫോമിന്റെ ഏറ്റവും മുകളിലായിട്ട് വന്നാൽ വോട്ടറിന്റെ പേര് കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് എപ്പിക് നമ്പർ എന്ന് കാണാം. അത് നമ്മുടെ വോട്ടർ ID കാർഡിലെ നമ്പറാണ്. അതിനുശേഷം മൂന്നാമതായിട്ടാണ് നമ്മുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവുക. അതിനുശേഷമുള്ള രണ്ടാമത്തെ കോളത്തിൽ ആദ്യം തന്നെ ക്രമ നമ്പർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതിനുശേഷം ഭാഗം നമ്പർ, ഏത് സ്കൂളിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്, അതുപോലെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര്, സംസ്ഥാനത്തിന്റെ പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൂന്നാമത്തെ കോളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫോട്ടോയും QR കോഡും കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്ക് തന്നിട്ടുള്ള ഫോമിന്റെ ഒപ്പമുള്ള പ്രിന്റ് ചെയ്ത ഫോട്ടോ മാറ്റണമെന്നുണ്ടെങ്കിൽ നിലവിലെ ഫോട്ടോ അവിടെ കൊടുത്തിരിക്കുന്ന കോളത്തിൽ പതിക്കണം. ഇനി എങ്ങനെയാണ് ഈ ഫോം പൂരിപ്പിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യമായിട്ട് കാണുന്ന ഭാഗം എല്ലാവരും കോമൺ ആയിട്ട് ഫില്ല് ചെയ്യേണ്ട ഭാഗമാണിത്. അതായത് 2002 വോട്ടർ പട്ടികയിലുള്ളവരും ഇല്ലാത്തവരും ഈ ഒരു കോളം ഫില്ല് ചെയ്യേണ്ടതാണ്. ഇതിലെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടെ പൂരിപ്പിക്കേണ്ടത് ജനന തീയതിയാണ്. ഡേറ്റ്, മന്ത്, ഇയർ കൃത്യമായി തന്നെ ഫില്ല് ചെയ്യണം. രണ്ടാമതായി വരുന്നത് ആധാർ നമ്പറാണ്. അതിനൊപ്പം ഓപ്ഷണൽ എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. മൂന്നാമതായി വരുന്നത് മൊബൈൽ നമ്പറാണ്. നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. അടുത്തത് വരുന്നത് പിതാവിന്റെ അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാവിന്റെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെയായി വരുന്നത് പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ എപ്പിക് ID നമ്പർ, അതായത് അവരുടെ വോട്ടർ ID നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം വരുന്നത് മാതാവിന്റെ പേരാണ്. അത് ഫില്ല് ചെയ്തതിനു ശേഷം മാതാവിന്റെ എപ്പിക് നമ്പർ, അതായത് വോട്ടർ ID കാർഡിലെ നമ്പർ ലഭ്യമാണെന്നുണ്ടെങ്കിൽ അത് നൽകുക. അതിനുശേഷം വരുന്നത് പങ്കാളിയുടെ പേരാണ്. കല്യാണം കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരെഴുതാം. അതിനുശേഷം വരുന്നത് പങ്കാളിയുടെ എപ്പിക് നമ്പറാണ്. അതും നിർബന്ധമില്ല, ലഭ്യമാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. എപ്പിക് നമ്പർ എന്ന് പറയുന്നത് വോട്ടർ ID കാർഡിന്റെ നമ്പറാണ്. അവിടെ ഒരിക്കലും ആധാർ കാർഡിന്റെ നമ്പർ എഴുതാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വലതുവശത്തെ കോളത്തിൽ തെറ്റാതെ ഫില്ല് ചെയ്ത് വരണം. രണ്ടാമതായിട്ട് ഇടതുവശത്തെ കോളത്തിൽ 2002 വോട്ടർ പട്ടികയിലുള്ളവരാണ് ഫില്ല് ചെയ്യേണ്ടത്. 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ഈ ഒരു കോളം ഫില്ല് ചെയ്യുക. ഇനി നിങ്ങൾക്ക് 2002 വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നറിയാൻ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് voters.eci.gov.in എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ആദ്യം തന്നെ ഓപ്പൺ ആയി വരുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ആണ്. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇതിൽ സെർച്ച് യുവർ നെയിം ഇൻ ലാസ്റ്റ് SIR എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ സംസ്ഥാനം സെലക്ട് ചെയ്യുക. അതിനുശേഷം വ്യൂ കൊടുക്കുക. അതിനുശേഷം വരുന്ന ഈ ഒരു പേജിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ വോട്ട് ചെയ്ത ബൂത്തിന്റെ പേരും തിരഞ്ഞെടുത്ത് കൊടുക്കണം. അടുത്തതായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ വോട്ടറുടെ പേരാണ്. ഇവിടെ നമ്മൾ മലയാളത്തിലാണ് കൊടുക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാനായി അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ടൂള് ഉപയോഗിക്കാവുന്നതാണ്. ഗൂഗിൾ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഇംഗ്ലീഷ് എന്ന ഓപ്ഷൻ മാറ്റി മലയാളം ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താലും അത് മലയാളത്തിൽ തന്നെ ആയി കിട്ടും. നമ്മൾ ടൈപ്പ് ചെയ്തത് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനാകും. ഇത്രയും കൊടുത്തതിനു ശേഷം സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിലുള്ള നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ 2002 ആഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ വീണ്ടും എന്യൂമറേഷൻ ഫോമിന്റെ രണ്ടാമത്തെ കോളത്തിലേക്ക് വരുമ്പോൾ ആദ്യം വോട്ടറുടെ പേര് എന്ന ഭാഗത്ത് നമ്മുടെ പേരാണ് കൊടുക്കേണ്ടത്. അതുപോലെ എപ്പിക് ID നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ വോട്ടർ ID കാർഡ് നമ്പറാണ് കൊടുക്കേണ്ടത്. ബന്ധുവിന്റെ പേര് എന്നയിടത്ത് നമ്മൾ 2002 ഫോമിൽ എന്താണോ ഫില്ല് ചെയ്തത് അതാണ് ഇവിടെയും കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ബന്ധം എന്നുള്ള കോളത്തിലും നമ്മൾ ആദ്യം എന്തായിരുന്നോ കൊടുത്തിരുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെയും ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ജില്ല, സംസ്ഥാനത്തിന്റെ പേര്, നിയമസഭാ മണ്ഡലത്തിന്റെ പേര്
ഇവയെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. 2002 വോട്ടർ പട്ടികയിൽ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ എത്രാണോ, ഭാഗ നമ്പർ എത്രാണോ, ക്രമനമ്പർ എത്രാണോ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെയും ഫില്ല് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ഈ ഭാഗ നമ്പറിനും ക്രമനമ്പറിനും മാറ്റം വന്നിട്ടുണ്ടാകും. എന്നാലും നമ്മൾ അന്നത്തെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ഈ 2 കോളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. ഇനി വരുന്ന കോളം 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആളുകൾ ഫില്ല് ചെയ്യേണ്ട കോളമാണ്. അതുകൊണ്ട് 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ അത് ഫില്ല് ചെയ്യാതിരിക്കാൻ വേണ്ടി അത് ക്രോസ് കട്ട് ചെയ്യുക. 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ആളുകളാണ് ഈ ഒരു കോളം പൂരിപ്പിക്കേണ്ടത്. ഇവിടെ ഈ കോളത്തിൽ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബന്ധുവിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബന്ധുവിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഒന്നാമത്തെ കോളത്തിൽ നമുക്ക് നമ്മുടെ ബന്ധുവിന്റെ പേര് എൻ്റർ ചെയ്യാം. രണ്ടാമതായിട്ട് അവരുടെ എപ്പിക് നമ്പർ, അവരുടെ വോട്ടർ ID കാർഡിലെ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് നമ്മൾ ബന്ധുവിന്റെ പേരാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, പേര് എന്ന ഭാഗത്ത് നമ്മുടെ അമ്മയുടെ പേരാണ് കൊടുത്തതെങ്കിൽ ഇനി ബന്ധുവിന്റെ പേര് എന്ന ഭാഗത്ത് അവരുടെ ഭർത്താവിന്റെ പേരാണ് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ പേര് എന്നുള്ളിടത്ത് നമ്മൾ അച്ഛന്റെ പേരാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ബന്ധുവിന്റെ പേര് എന്നുള്ളിടത്ത് അച്ഛന്റെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത്. ബന്ധു എന്ന കോളം ഫില്ല് ചെയ്യുമ്പോൾ അച്ഛന്റെ പേരാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ബന്ധ എന്നുള്ളിടത്ത് പിതാവ് അല്ലെങ്കിൽ അച്ഛൻ എന്ന് കൊടുക്കേണ്ടതാണ്. അതുപോലെ പേര് എന്നുള്ളിടത്ത് അമ്മയുടെ പേരാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ബന്ധു എന്നുള്ളിടത്ത് നമ്മൾ ഭർത്താവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ബന്ധ എന്നുള്ളിടത്തും ഭർത്താവ് എന്നാണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ജില്ലയുടെ പേര്, സംസ്ഥാനത്തിന്റെ പേര്, നിയമസഭാ മണ്ഡലത്തിന്റെ പേര് ഇവയെല്ലാം തെറ്റാതെ ഫില്ല് ചെയ്തു വരണം. അതിനുശേഷം നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ, ഭാഗം നമ്പർ, ക്രമ നമ്പർ ഇവയെല്ലാം ഡീറ്റെയിൽസ് നോക്കി തെറ്റാതെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൽ നമുക്ക് അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ BLO നമ്മളെ സഹായിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഭാഗം അറിയാത്തതുണ്ടെങ്കിൽ BLO വരുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കി ഫില്ല് ചെയ്യുക, തെറ്റ് വരുത്താതിരിക്കുക. 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആളുകൾ ഈ 2 കോളങ്ങൾ മാത്രമേ ഫില്ല് ചെയ്യാവൂ. മറ്റേ കോളം നമ്മൾ ക്രോസ് കട്ട് ചെയ്യണം. അതുപോലെ നമ്മൾ ലാസ്റ്റിലേക്ക് വരുമ്പോൾ വോട്ടറുടെ ഒപ്പം കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇനിയിപ്പോൾ വോട്ടർ സ്ഥലത്തില്ല എങ്കിൽ കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് അവിടെ സൈൻ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ശരിയായ വിവരങ്ങൾ മാത്രം രേഖപ്പെടുത്തുക. ഫില്ല് ചെയ്യുമ്പോൾ ഒരിക്കലും തെറ്റ് വരുത്താതിരിക്കുക.